ഇസ്രായേലും മറ്റ് രാജ്യങ്ങളുമായുള്ള സംഘർഷങ്ങൾക്ക് 7.5 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഗാസ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധത്തിലെത്തി നിൽക്കുന്ന പുതിയ സാഹചര്യം. ഹമാസ് പ്രവർത്തകർ ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത്. ഇപ്പോഴിതാ കൊണ്ടും കൊടുത്തും 5 മാസം കഴിഞ്ഞിട്ട് യുദ്ധത്തിന് അന്ത്യമില്ല. ഇസ്രായേൽ ആകട്ടെ ഇപ്പോഴും ഗാസയിൽ കൂട്ടക്കുരുതി തുടരുകയാണ്. ഇസ്രായേൽ ഹമാസ് സംഘർഷവും പിന്നീടുണ്ടായ ഇസ്രായേലിന്റെ ആക്രമണങ്ങളും പുതിയ യുദ്ധത്തിലേക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഒപ്പം നിന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വെടിനിർത്തലിനും ഗാസയിലെ സാധാരണക്കാരെ ഉപദ്രവിക്കരുതെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും ഇസ്രായേൽ അത് കേട്ട ഭാവം പോലും നടിക്കുന്നില്ല. പിന്നാലെ പലസ്തീന് പിന്തുണയുമായി ഇറാൻ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ എത്തുകയും ഇസ്രായേലിനോട് വെടിനിർത്തൽ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിട്ടും ഗാസയിൽ കുരുതി തുടരുകയാണ് ഇസ്രായേൽ. അതിനിടെയാണ് പലസ്തീന് പൂർണ്ണ പിന്തുണ നൽകുന്ന ഇറാനെതിരെ ഇസ്രായേൽ തങ്ങളുടെ ആക്രമണത്തിന് തുടക്കമിട്ടത്. പലതവണ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇസ്രായേൽ വഴങ്ങിയില്ല. കഴിഞ്ഞ ദിവസം സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 ഇറാനിയൻ ജനറൽമാർ ഉൾപ്പെടെ 7 ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. പ്രധാന എംബസി കെട്ടിടത്തോട് ചേർന്നുള്ള ഓഫീസ് സമുച്ചയം പൂർണ്ണമായും തകർന്നടിഞ്ഞു. ഇപ്പോഴിതാ ഇസ്രായേലിനെതിരെ കടുത്ത പ്രത്യാക്രമണത്തിനൊരുങ്ങിയിരിക്കുകയാണ് ഇറാൻ. ബദ്ധശത്രുവായ ഇസ്രായേലിന് അടി നൽകുമെന്ന് ഇറാൻ പറയുമ്പോഴും ഇത് നേരിട്ടാണോ അതോ ലെബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകളിലൂടെയാണോ എന്ന കാര്യം വ്യക്തമല്ല. പ്രത്യാക്രമണം പ്രതീക്ഷിക്കുന്ന ഇസ്രായേൽ ആകട്ടെ കടുത്ത ജാഗ്രതയിലുമാണ്. സൈനികർക്കുള്ള അവധി റദ്ദാക്കുകയും റിസർവ് സൈനികരെ വിളിച്ചു വരുത്തുകയും വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിൽ നിന്നുള്ള പ്രതികരണം തീർച്ചയായും വരുമെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു. എന്നാൽ തന്റെ സംഘം ഇത്തരം തീരുമാനങ്ങളിൽ ഇടപെടില്ലെന്നും പക്ഷേ ഇസ്രായേലുമായുള്ള ഏത് യുദ്ധത്തിനും ഹിസ്ബുള്ള പൂർണ്ണമായും സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം എക്കാലവും ഇസ്രായേലിനൊപ്പം നിന്ന് US-നോട് വിഷയത്തിൽ ഇടപെടരുതെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടത്. നെതന്യാഹുവിന്റെ കെണിയിൽ വീഴരുതെന്ന് US-ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയെന്ന് ഇറാനിയൻ പ്രസിഡന്റിന്റെ രാഷ്ട്രീയകാര്യ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ജംഷിദി എക്സിൽ വ്യക്തമാക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ പരാമർശിച്ചാണ് മുന്നറിയിപ്പ്. ഇതിന് മറുപടിയായി അമേരിക്കയെ ആക്രമിക്കരുതെന്ന് US മറുപടി നൽകിയതായും ജംഷിദി വ്യക്തമാക്കി. എന്നാൽ വാഷിംഗ്ടണിന് അയച്ചെന്ന് ഇറാൻ അവകാശപ്പെടുന്ന രേഖാമൂലമുള്ള സന്ദേശം സംബന്ധിച്ച് US ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. US അതീവ ജാഗ്രതയിലാണെന്നും മേഖലയിലെ ഇസ്രായേലിന്റെയോ അല്ലെങ്കിൽ അമേരിക്കയുടെ ലക്ഷ്യങ്ങൾക്കെതിരെ ഇറാനിൽ നിന്ന് ആക്രമണം നേരിടാൻ തയ്യാറെടുക്കുകയാണെന്നും CNN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നും സൈനികർക്ക് നേരെയോ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് നേരെയോ ആകാം ആക്രമണമെന്നുമാണ് US കണക്ക് കൂട്ടുന്നത്. മിഡിൽ ഈസ്റ്റിലുള്ള US താവളങ്ങൾക്കും സേനകൾക്കും നേരെ ആക്രമണം ഉണ്ടാകുന്നത് തടയാനാണ് US-ന്റെ ശ്രമം. ഇറാൻ പിന്തുണയുള്ള ഹമാസ് ഗാസയിൽ നടത്തുന്ന തിരിച്ചടിക്കും ഇറാനിൽ നിന്നുള്ള ഭീഷണിക്കും മറുപടിയായാണ് ഈ ആക്രമണമെന്നാണ് വിലയിരുത്തൽ. സഹേദിയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് കരുതുന്നതായി ഇറാൻ പ്രതികരിച്ചു. ഹിസ്ബുള്ള നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സിറിയയിൽ മുൻപും ആക്രമണം നടത്തിയിരുന്നു. ഇറാനിൽ നിന്നുള്ള ആയുധ നീക്കം തടയാനാണ് ഇസ്രായേൽ ശ്രമമെന്ന് വിലയിരുത്തലുണ്ട്. അതേസമയം ഇസ്രായേലിനുള്ള ആയുധ സഹായം നിർത്തിവെക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധക്കുറ്റങ്ങൾക്ക് ഇസ്രായേൽ ഉത്തരവാദിയാണെന്നും 47-അംഗ കൗൺസിലിൽ 28 പേർ അനുകൂലിച്ച പ്രമേയം ആരോപിച്ചു. 6 മാസം പിന്നിടുന്ന യുദ്ധത്തിൽ ഇതാദ്യമായാണ് ജനീവ ആസ്ഥാനമായ UNHRC ഇസ്രായേലിനെതിരെ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ കരാറിന് അടിയന്തര നടപടി വേണമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഗാസയിലേക്ക് ജീവകാരുണ്യ സഹായം എത്തിക്കാൻ 2 വഴികൾ തുറന്നുകൊടുക്കാമെന്ന് ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട്. വടക്കൻ ഗാസയിലെ ഇറസ് ഇടനാഴിയും തെക്കൻ ഇസ്രായേലിലെ അഷ്ഡോദ് തുറമുഖവുമാണ് തുറക്കുക. ഗാസയിൽ ജീവകാരുണ്യ പ്രവർത്തകരെയും ജനങ്ങളെയും സംരക്ഷിക്കാനെടുക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇസ്രായേലിനുള്ള ഭാവി സഹായമെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു. ഇതുവരെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 33,091 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 75,750 പേർക്ക് പരിക്കേറ്റു. ഡമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 2 മുതിർന്ന ജനറൽമാരടക്കം 7 ഇറാൻ സൈനിക ഉദ്യോഗസ്ഥരുടെ ടെഹ്റാനിലെ സംസ്കാര ചടങ്ങിൽ 10,000 പങ്കെടുത്തു.